Hi friends, welcome to N-Style Cooking. നമ്മുടെ റെസിപ്പി ഫിഷ് മസാലയാണ്. അയില വെച്ചിട്ടാണ് നമ്മളിന്ന് ഫിഷ് മസാല ചെയ്യുന്നത്. വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണിത്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ ഒരു ലൈക്ക് ചെയ്യണേ. അപ്പോൾ നമുക്ക് വേഗം തന്നെ വീഡിയോയിലേക്ക് പോയാലോ. അതിനുവേണ്ടി ഞാനിതവിടെ 2 വലിയ അയില എടുത്ത് വെച്ചിട്ടുണ്ട്. നന്നായിട്ട് ക്ലീൻ ചെയ്ത് വരഞ്ഞൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പുരട്ടി വെക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു മസാല തയ്യാറാക്കണം. അതിനുവേണ്ടി ഞാനിതവിടെ മിക്സിയുടെ ഒരു ചെറിയ ജാർ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഇനി നമുക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസ് വേണം. ഞാനിവിടെ ഒരു 8 ചെറിയ ഉള്ളി, 8 വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, 2 തണ്ട് കറിവേപ്പില, ഇതെല്ലാം കൂടി നമുക്ക് ആ ജാറിലേക്ക് ചേർത്ത് കൊടുക്കാം. അടുത്തതായിട്ട് ഇതിലേക്ക് നമുക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു 2.5 ടീസ്പൂൺ മുളക് പൊടി ചേർക്കാം. ഞാനിവിടെ സാധാരണ മുളക് പൊടിയാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് കുറച്ച് കളർ വേണമെന്നുണ്ടെങ്കിൽ കാശ്മീരി മുളക് പൊടി എടുക്കാം. അതല്ല പകുതി സാധാരണ മുളക് പൊടി, പകുതി കാശ്മീരി മുളക് പൊടി എടുക്കാം. അടുത്തതായിട്ട് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കുരുമുളക് പൊടിയാണ്. ഞാനിവിടെ 1 ടീസ്പൂൺ കുരുമുളക് പൊടി എടുത്തിട്ടുണ്ട്. അതുപോലെ കുരുമുളക് ഞാൻ നല്ല ഫൈനായിട്ട് പൊടിച്ചിട്ടില്ല, കുറച്ച് തരിതരിപ്പോട് കൂടിയാണ് പൊടിച്ചെടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് അടുത്തതായിട്ട് ചേർത്ത് കൊടുക്കുന്നത് ഉപ്പാണ്. ഞാനിവിടെ ഏകദേശം ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അടുത്തതായിട്ട് ഇതിലേക്ക് ഞാൻ ചേർക്കുന്നത് വെളിച്ചെണ്ണയാണ്. 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ വെളിച്ചെണ്ണ ചേർക്കുന്നത് ഒരു ടിപ്പ് കൂടിയാണ്. ഇങ്ങനെ വെളിച്ചെണ്ണ ചേർത്തിട്ട് മസാല തയ്യാറാക്കുമ്പോൾ നമ്മുടെ ഫ്രൈക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടുകയും ചെയ്യും. മീൻ പെട്ടെന്ന് അങ്ങ് പൊടിഞ്ഞു പോവാതെ കിട്ടുകയും ചെയ്യും. അപ്പോൾ ഇനി നമുക്ക് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് വരാം. അപ്പോൾ ഇതാ ഞാൻ മസാല അരച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. നല്ല ഫൈനായിട്ട് അരഞ്ഞിട്ടില്ല, ചെറിയൊരു തരിയോട് കൂടിയാണ് അരച്ചെടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഈ മസാലയിൽ നിന്ന് 1 സ്പൂൺ മസാല മാറ്റി വെക്കണം. കാരണം ഈ 1 സ്പൂൺ മസാല നമുക്ക് ഫൈനൽ സ്റ്റേജിൽ ആവശ്യമുണ്ട്. അതിന് വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ മാറ്റി വെക്കുന്നത്. ഇനി നമുക്ക് ബാക്കിയുള്ള മസാല നമ്മൾ ക്ലീൻ ചെയ്ത് വരഞ്ഞൊക്കെ വെച്ചിരിക്കുന്ന അയിലയിലേക്ക് നന്നായിട്ടങ്ങ് പുരട്ടി വെക്കുക. പിന്നെ പുരട്ടുമ്പോൾ തന്നെ അയിലയുടെ എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ വേണം നമ്മൾ പുരട്ടാൻ. അതായത് ആ ഗ്യാപ്പുകളിലൊക്കെ തന്നെ നന്നായിട്ട് ഈ മസാല വെച്ച് ഫില്ല് ചെയ്ത് കൊടുക്കണം. കാരണം അയില ആയതുകൊണ്ട് തന്നെ മസാല ഫിഷിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങാൻ കുറച്ച് പണിയാണ്. അതുകൊണ്ടാണ് നന്നായിട്ടങ്ങ് പുരട്ടി വെക്കണമെന്ന് പറയുന്നത്. ഈ ഗ്യാപ്പിലൊക്കെ നന്നായിട്ട് പുരട്ടി കൊടുക്കുക. അതിനുശേഷം നമുക്ക് ഇതൊരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അപ്പോൾ ഇതാ അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് അയില ഫ്രൈ ചെയ്തെടുക്കാം. അതിനുവേണ്ടി ഞാനിവിടെ വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടായിട്ടുണ്ട്. ഇനി അതിലേക്ക് 2 തണ്ട് കറിവേപ്പില വെച്ച് കൊടുക്കുന്നുണ്ട്. കറിവേപ്പില ഇങ്ങനെ വെച്ച് കൊടുക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ മീൻ അടിയിൽ പിടിക്കില്ല. ഇനിയിപ്പോൾ അതിൻ്റെ മുകളിലേക്ക് നമുക്ക് അയില ഓരോന്നായിട്ട് വെച്ച് കൊടുക്കാം. പിന്നെ ഫ്രൈ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് അയില ഇട്ടതിന് ശേഷം അത് മീഡിയം ഫ്ലെയിം ആക്കണം. കാരണം ഹൈ ഫ്ലെയിമിൽ വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് പുറംഭാഗം കരിഞ്ഞിട്ട് ഉൾഭാഗം വേവാതെ വരും. അപ്പോൾ ഇനി ഇത് നമുക്കൊരു 3 മിനിറ്റ് ഒരു സൈഡ് ഫ്രൈ ചെയ്തതിന് ശേഷം മറിച്ചിട്ടിട്ട് അടുത്ത സൈഡ് അതേപോലെ ഒരു 2-3 മിനിറ്റ് ഫ്രൈ ചെയ്തെടുക്കാം. അതുപോലെ ഏകദേശം ഒരു മിനിറ്റൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് കറിവേപ്പില കൂടി ഇതിൻ്റെ മുകളിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇങ്ങനെ കറിവേപ്പില ചേർക്കുമ്പോൾ നമ്മുടെ എണ്ണയ്ക്കൊക്കെ നല്ലൊരു ഫ്ലേവർ ആയിരിക്കും, മീൻ ഫ്രൈക്ക് നല്ലൊരു ടേസ്റ്റും കിട്ടും. ഇതാ ഏകദേശം ഒരു 3 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്ക് ഈ അയിലൊന്ന് മറിച്ചിട്ടിട്ട് അടുത്ത സൈഡ് കൂടി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇതാ അടുത്ത സൈഡ് കൂടി ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് എണ്ണയിൽ നിന്ന് എടുക്കുന്നതിന് മുമ്പായിട്ട് ഈ കറിവേപ്പില വേണമെങ്കിൽ എടുത്ത് മാറ്റാൻ നിർബന്ധമൊന്നുമില്ല. ഞാനിപ്പോൾ തൽക്കാലം എടുത്ത് മാറ്റുന്നുണ്ട്. അപ്പോൾ ഇത് അയിലയുടെ 2 സൈഡ് നന്നായിട്ട് ഫ്രൈ ചെയ്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് പാനിൽ നിന്ന് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും അയില ഓവർ കരിഞ്ഞിട്ടൊന്നുമില്ല, എന്നാൽ നന്നായിട്ട് ഫ്രൈ ആയിട്ട് വന്നിട്ടുമുണ്ട്. അടുത്തതായിട്ട് നമ്മൾ ഫിഷ് മസാല തയ്യാറാക്കാൻ പോവുകയാണ്. അതിനുവേണ്ടി നമ്മൾ അയില ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ള അതേ എണ്ണ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോഴാണ് ആ മസാലയ്ക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടുള്ളൂ. അതിലേക്ക് നമ്മൾ ആദ്യം ചേർക്കുന്നത് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും പച്ചമുളകും കറിവേപ്പിലയാണ്. ഞാനിവിടെ ഒരു 4 അല്ലി വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, 2 പച്ചമുളക്, അതുപോലെ ഒരു തണ്ട് കറിവേപ്പില എല്ലാം ചേർത്തിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് വഴറ്റിയെടുക്കുക. നന്നായിട്ട് ചൂടായി കിടക്കുന്ന എണ്ണ ആയതുകൊണ്ട് തന്നെ ഒരു 1-1.5 മിനിറ്റ് കൊണ്ട് തന്നെ നന്നായിട്ട് റോസ്റ്റ് ചെയ്ത് വരും. ഇതപ്പോൾ തന്നെ നല്ലൊരു സ്മെല്ല് വരുന്നുണ്ട്. ഏകദേശം 1 മിനിറ്റ് ആയിട്ടുണ്ട്. ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ നന്നായിട്ട് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് ഇതിലേക്ക് നമുക്ക് ചേർക്കേണ്ടത് സവാളയാണ്. ഞാനിവിടെ 3 വലിയ ഉള്ളി കനം കുറഞ്ഞ് നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. വലിയ ഉള്ളി അരിയുമ്പോൾ നല്ല കനം കുറച്ച് തന്നെ അരിയാൻ ശ്രദ്ധിക്കണം. അപ്പോഴാണ് നമ്മുടെ ആ മസാലയ്ക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടുള്ളൂ. വലിയ ഉള്ളി ചേർത്തിട്ട് അടുത്തതായിട്ട് നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് ഒരു 1/2 ടീസ്പൂൺ ഉപ്പാണ്. ഇങ്ങനെ ഉപ്പ് ചേർക്കുമ്പോൾ വെല്ലുള്ളി പെട്ടെന്ന് അങ്ങ് വഴന്ന് കിട്ടും. മാത്രമല്ല നമ്മൾ അയില ഫ്രൈ ചെയ്യുമ്പോൾ ഒരു 1/2 സ്പൂൺ ഉപ്പ് ചേർത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ ഇപ്പോൾ മസാലയ്ക്ക് വേണ്ടിയിട്ട് ബാക്കി കൂടി ഒരു 1/2 സ്പൂൺ കൂടി ചേർക്കുക. ഇനി ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഉള്ളി നന്നായിട്ട് വഴറ്റിയെടുക്കുക.
പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ കരിഞ്ഞു പോകരുത്, എന്നാൽ ഉള്ളി നന്നായിട്ട് വാടി വരികയും വേണം. അപ്പോൾ നമുക്ക് ഉള്ളി നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കാം. ഇത് കണ്ടോ, നമ്മുടെ ഉള്ളി നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ചേർക്കേണ്ടത് തക്കാളിയാണ്. ഞാനിവിടെ 2 ചെറിയ തക്കാളി ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. ആ തക്കാളി കൂടി ഇതിലേക്ക് ചേർക്കാം. തക്കാളി ചേർത്തതിന് ശേഷം ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം 1 മിനിറ്റ് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇത് അടച്ച് വെച്ച് കുക്ക് ചെയ്യാം. ഇതിൽ തക്കാളിയുടെ ആ പച്ചക്കുത്ത് വരരുത്, അതിന് വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ അടച്ച് വെച്ച് നന്നായിട്ട് തക്കാളി കുക്ക് ചെയ്തെടുക്കുന്നത്. പച്ചക്കുത്ത് വന്നു കഴിഞ്ഞാൽ മസാലയുടെ ടേസ്റ്റ് അങ്ങ് പോകും. അപ്പോൾ നമുക്ക് അടച്ച് വെച്ചിട്ട് മീഡിയം ഫ്ലെയിമിൽ ഒരു 5 മിനിറ്റ് കുക്ക് ചെയ്തെടുക്കാം. ഇതാ ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കൊന്ന് തുറന്ന് നോക്കാം. ഇതാ കണ്ടോ, നമ്മുടെ തക്കാളിയൊക്കെ നന്നായിട്ട് ഉടഞ്ഞിട്ട് എണ്ണ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്നുകൂടി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം തീ നന്നായിട്ട് കുറച്ച് വയ്ക്കുക. അടുത്തതായിട്ട് നമുക്ക് ചേർക്കേണ്ടത് പൊടികളാണ്. അതിന് മുമ്പ് നമ്മൾ ചേർക്കുന്നത്, നമ്മൾ ഫ്രൈ ചെയ്യുമ്പോൾ മാറ്റി വെച്ച മസാലയില്ലേ, 1 സ്പൂൺ മസാല, അതാദ്യം ചേർക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് പൊടികൾ ചേർക്കാം. ആദ്യം 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1.5 സ്പൂണ് മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, അതുപോലെ 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി. കുരുമുളക് ഞാൻ പറഞ്ഞതുപോലെ ഫൈനായിട്ട് പൊടിച്ചിട്ടില്ല, തരിതരിപ്പായിട്ടാണ് പൊടിച്ചെടുത്തിട്ടുള്ളത്. ഇനി ഈ പൊടികൾ ചേർത്തിട്ട് ചെറിയ തീയിൽ വെച്ചിട്ട് നന്നായിട്ട് അങ്ങ് വഴറ്റിയെടുക്കുക. അതായത് ആ പൊടികളുടെ പച്ചമണം മാറുന്നത് വരെ ഒരു 2 മിനിറ്റൊക്കെ സമയമെടുക്കും. ഹൈ ഫ്ലെയിമിൽ ഇടരുത്, അപ്പോൾ പൊടികൾ പെട്ടെന്ന് കരിഞ്ഞു പോകും. അതുകൊണ്ടാണ് ഒരു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വഴറ്റിയെടുക്കണമെന്ന് പറയുന്നത്. നമ്മുടെ പൊടികളൊക്കെ ചേർത്തിട്ട് ഏകദേശം 2 മിനിറ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ തന്നെ നല്ലൊരു സ്മെല്ല് വരുന്നുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ഈ മസാല 2 പാർട്ടാക്കണം. 2 പാർട്ടാക്കിയതിന് ശേഷം ഒരു ഭാഗം ആ പാനിലേക്ക് നന്നായിട്ട് അങ്ങ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്ന പാനിലേക്ക് തന്നെ നന്നായിട്ട് അങ്ങ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇതാ കണ്ടോ, പാനിലേക്ക് ഞാൻ നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള 2 അയില ചേർത്ത് കൊടുക്കുക. അയില ചേർത്തതിന് ശേഷം നമുക്ക് ബാക്കിയുള്ള മസാല ഈ അയിലയുടെ മുകളിലേക്കായിട്ട് നന്നായിട്ട് കവർ ചെയ്ത് കൊടുക്കണം. ഒരു സ്പൂൺ വെച്ച് ചെയ്താൽ മതി. അപ്പോൾ അയില ഒട്ടും കാണാത്ത രീതിയിൽ ഫുള്ളായിട്ട് അങ്ങ് കവർ ചെയ്ത് കൊടുക്കുക. ഈ സമയത്തൊക്കെ തീ ലോ ഫ്ലെയിമിലാവാൻ ശ്രദ്ധിക്കണം, ഇല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും. അപ്പോൾ നമ്മൾ മീനിലേക്ക് മസാല ഫുള്ളായിട്ട് കവർ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ചെറിയ തീയിൽ വെച്ചിട്ട് ഒരു 5 മിനിറ്റ് അടച്ച് വെച്ച് കുക്ക് ചെയ്യണം. ഇത് 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കൊന്ന് തുറന്ന് നോക്കാം. ഇതാ കണ്ടോ, അപ്പോൾ തന്നെ നല്ലൊരു സ്മെല്ല് വരുന്നുണ്ട്. അതുപോലെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും ചുറ്റും എണ്ണയൊക്കെ തെളിഞ്ഞിട്ടുണ്ട്. ഇനി വേറെ ഒന്നും ചെയ്യേണ്ട, നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. സ്റ്റവ് ഓഫ് ചെയ്തതിന് ശേഷം ഒരു 15 മിനിറ്റ് ഇത് അടച്ച് വയ്ക്കുക. ഇതേ പാനിൽ തന്നെ ഇരിക്കട്ടെ, വേറെ ഒന്നും ചെയ്യേണ്ട. 15 മിനിറ്റിന് ശേഷം സെർവ് ചെയ്താൽ മതി. അപ്പോൾ നമ്മുടെ അടിപൊളിയായിട്ടുള്ള ഫിഷ് മസാല റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ മറക്കാതെ വീട്ടിലൊന്ന് ട്രൈ ചെയ്യുക. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻറ്റ് ചെയ്യുക. നാളെ മറ്റൊരു അടിപൊളി വീഡിയോയുമായി കാണുന്നത് വരെ താങ്ക് യു.